ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ലിങ്ക്ഡിൻ ക്ലാസ്സിൽ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷന് ശേഷം നെവ്ബാർ ഫെമിലറൈസേഷനും പ്ലസ് ലിങ്ക്ഡിനിൽ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ആവാം. ക്ലാസ്സിൽ നമ്മൾ എത്തി നിർത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രൊഫൈൽ പേജിലായിരുന്നു. പ്രൊഫൈൽ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സർവീസ് പേജിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് പേജിൻ്റെ ഡീറ്റെയിലിങ്ങുകൾ. സർവീസ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ക്ലയൻസിൻ്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മളുടെ ഫ്രീലാൻസ് വർക്കേഴ്സുകൾ ഉണ്ടായിരിക്കും. ഫ്രീലാൻസ് വർക്കുകൾ എടുക്കുന്നവർ ഫ്രീലാൻസേഴ്സ് എന്ന് നമ്മൾ വിളിക്കും. അവരുടെയൊക്കെ കേസിൽ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ്സുകൾ അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സർവീസുകൾ ക്ലയൻസിൻ്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർവീസ് പേജ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഈ പ്രൊഫൈൽ സെക്ഷനിൽ ആഡ് സർവീസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സർവീസ് പേജ് ബിൽഡ് ചെയ്ത് കിട്ടും. വിച്ച് മീൻസ് ഇതിനെ കൊണ്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, നമ്മൾ ഒരു ഫ്രീലാൻസർ ആണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന വർക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അനദർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഹയറിംഗ് അതോറിറ്റീസ് സപ്പോസ് കമ്പനീസിനെ ഹയർ ചെയ്യാതെ, മീൻസ് കമ്പനിക്ക് വർക്ക് കൊടുക്കാതെ ചിലപ്പം ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യും. ഫ്രീലാൻസ് ആയിട്ട് ചിലപ്പം വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനൊക്കെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവർ സർവീസ് ടേംസുകൾ, അവരുടെ സർവീസ് റിക്വയർമെൻറ്റ് എന്താണോ ആ സർവീസ് ടേംസുകളായിരിക്കും അവർ സെർച്ച് ചെയ്യുന്നത്. ആ ടേംസുകൾ നമ്മുടെ പ്രൊഫൈലിലുണ്ട് എന്നുണ്ടെങ്കിൽ, അഥവാ സർവീസ് പേജിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിന് ഹൈലി വിസിബിലിറ്റി ആയിരിക്കും. അതായത് ഏറ്റവും മുകളിൽ വിസിബിൾ ആയിട്ട് നമുക്ക് കിട്ടും. സോ ഈ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകൾ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർവീസും ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സർവീസ് പേജ് ബിൽഡ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ പ്രൊഫൈലിനോട് കൂടിയിട്ട് ആഡ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്ലയൻറ്റിന് നമുക്ക് അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ്. ഇത് ത്രൂ അവൈലബിൾ ആകുന്നു എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ സർവീസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. പ്ലസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടെ ആഡ് ആക്കുക. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി അതൊരു കീവേഡ് ഓറിയൻറ്റഡ് ഡിസ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. വിച്ച് മീൻസ് ഒരു സർവീസ് ആഗ്രഹിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ അവരുടെ റിക്വയർമെൻ്റ് ആയിരിക്കും അവർ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ റിക്വയർമെൻറ്റിൽ വരുന്ന റിലേറ്റഡ് കീവേഡ്സുകൾ, ജോബ് റിലേറ്റഡ് കീവേഡ്സുകളായിരിക്കാം, സ്കില്ലുകളായിരിക്കാം, അത് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഫൈൽ വിസിബിലിറ്റിക്ക് കൂടുതലായിട്ട് ബെറ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അനദർ കൈൻഡിൽ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡ്യൂറേഷനിൽ നമുക്കത് സബ്മിഷന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ എത്രയാണ് അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ടൈം ആൻഡ് ക്വാണ്ടിറ്റി ബേസിൽ നമുക്ക് കിട്ടേണ്ട ഏർണിങ്സുകൾ, അതെല്ലാം തന്നെ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ പാറ്റേണിൽ ആഡ് ആക്കാൻ പറ്റും. അങ്ങനെയും നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൈൻഡ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ദെൻ ഇൻ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ നമുക്ക് ഓരോ ഡാറ്റാസും ആഡ് ചെയ്യാം. വർക്ക് ലൊക്കേഷൻ ആൻഡ് പ്രൈസിങ് മീൻസ് നമുക്ക് നമ്മുടെ റേറ്റ് മീൻസ് ഹവർലി ആയിട്ട് നമ്മൾ എത്രയാണോ നമ്മുടെ ആസ് പെർ അവർ വർക്ക്, നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് നമുക്കത് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളിത് പബ്ലിഷ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സർവീസ് പേജ്, നമ്മൾ കൊടുത്ത സർവീസിൻ്റെ ആ ഒരു സർവീസ് പേജ് പ്രൊഫൈലിനോട് കൂടിയിട്ട് വിസിബിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവീസ് എന്നുള്ള ഈ ഒരു സെക്ഷൻ നമ്മൾ യൂസ് ആക്കുന്നത്. പിന്നെ നമ്മൾ പറയാണ്ടിരുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞൊരു സെക്ഷനായിരുന്നു കരിയർ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കരിയർ ബ്രേക്ക് കൊണ്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രോമിനൻ്റ് ആയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഒരു ലിങ്ക്ഡിനിലെ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷനിൽ ബെറ്റർ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ പറയാൻ ബാക്കി ഉണ്ടായിരുന്ന ടോപ്പിക്സുകൾ. ഇനി നമ്മൾ നമ്മുടെ നെവ് ബാറിലേക്ക് പോകുന്ന സമയത്ത്, നെവ് ബാറിൽ ഹോം പേജ് നമുക്കറിയാം. നമ്മൾ ലിങ്ക്ഡിൻ ലോഗിൻ ചെയ്താൽ തന്നെ നമ്മൾ എത്തുന്ന ഫീഡാണ് ഹോം പേജ് എന്ന് പറയുന്നത്. ദെൻ നമ്മളെ നെറ്റ്വർക്ക് സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത്
നമ്മുടെ കണക്ഷൻസുകൾ, പുതുതായിട്ട് കിട്ടുന്ന കണക്ഷൻസുകൾ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത് ആൻഡ് നമുക്ക് റിക്വസ്റ്റുകൾ വരുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്നത് ആൻഡ് നമ്മളെ ഫോളോ ചെയ്യുന്നത് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിലിങ്ങുകളും നമുക്ക് കിട്ടുക ഈ ഒരു നെറ്റ്വർക്ക് സെക്ഷനിൽ നിന്നിട്ടാണ്. അപ്പോൾ ഇതൊരു ഒരു ഡെമോ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ കണക്ഷൻസും എല്ലാ കാര്യങ്ങളും സീറോയിൽ തന്നെ കിടക്കുന്നത് കേട്ടോ, 0 കണക്ഷൻസിൽ കിടക്കുന്നത്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്തൊരു പ്രൊഫൈൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം നിഷിലേക്കുള്ള കണക്ഷൻസുകൾ ബിൽഡ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കമ്മിങ് ക്ലാസ്സുകളിൽ എങ്ങനെയാണ് നമ്മൾ കണക്ഷൻസുകൾ ബിൽഡ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് പോസ്റ്റ് ചെയ്യുക, എങ്ങനെ നമ്മൾ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസുകൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഓരോ സെക്ഷനും എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിറ്റീനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മീൻസ് നമുക്ക് വാട്സപ്പിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ കമ്മ്യൂണിറ്റി ക്രിയേഷന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഈ ഒരു സെക്ഷൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോബ് റോൾ ആണെങ്കിൽ ആ ജോബ് റോളിലുള്ള കമ്മ്യൂണിറ്റി ക്രിയേഷനൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓൾസോ നമുക്ക് ഇവൻറ്റ്സ്, പേജ്, ന്യൂസ് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഇവൻറ്റ്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കണക്ഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്ന ആളുകളിലുള്ള ഇവൻറ്റ്സുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി പ്രൊഫൈൽസുകളിൽ വന്നിരിക്കുന്ന ഇവൻറ്റ്സുകളായിരിക്കാം. ആ ഇവൻറ്റ്സുകളൊക്കെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോസിബിളാണ്. ഓക്കെ, അത്രയാണ് നമ്മുടെ ഈ നെറ്റ്വർക്ക് സെക്ഷനിൽ വരുന്നത്. ആൻഡ് ഇവിടെ ഒരു ക്യാച്ചപ്പ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഈ ക്യാച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കണക്ഷൻസിലുള്ള ആളുകളുടെ, നമ്മുടെ കണക്ഷനിൽ നമ്മൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിലുള്ള ആളുകളുടെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയാണെങ്കിലോ അവരെന്തെങ്കിലും പ്രൊഫൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിലോ കാര്യമായിട്ട് ഇംപ്ലിമെൻ്റ് ആക്കുകയാണ്, വിസിബിലിറ്റി കൊടുത്തുകൊണ്ട് അവരെന്തെങ്കിലും എഡിറ്റ് ചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വിസിബിൾ ആകുന്ന സെക്ഷനാണ് ഇവിടെ എന്ന് പറയുന്നത്, ഈ ക്യാച്ചപ്പ് എന്നുള്ള സെക്ഷനിൽ. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് കണക്ഷൻസുകൾ നമ്മൾ സെയിം നിഷിലുള്ള ആളുകളെക്കാളും കൂടുതൽ നമ്മൾ ചിലപ്പം ചില കമ്പനീസിനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്തിടും. അപ്പോൾ ആ കമ്പനീസിലൊക്കെ വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ ആ ക്യാച്ചപ്പ് ത്രൂവും നമുക്ക് അവൈലബിൾ ആണെന്നാണ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു നവ്ബാർ ഒരു ഓപ്ഷനാണ് ജോബ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ലിങ്ക്ഡിനിൽ നമ്മളെ പ്രൊഫൈലെല്ലാം ഒപ്റ്റിമൈസ്ഡ് ആക്കി വെക്കുന്നത് തന്നെ ഒരു എന്തിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മൾ ജോബ് മെയിൻലി നമുക്കൊരു ജോബ് ക്യാച്ചപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രിഫറൻസിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്, ജോബ്സ്. അപ്പോൾ ഈ ജോബ്സ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുക, കറസ്പോണ്ടിങ് നമുക്ക് ഏത് ജോബ് റോളാണോ അല്ലെങ്കിൽ ജോബ് ടൈറ്റിലാണോ നമ്മൾ സീക്ക് ചെയ്യുന്നത് ആ ഒരു ജോബ് ടൈറ്റിൽ നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ലൊക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളെ ഏത് ലൊക്കേഷനിലാണോ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സപ്പോസ് ഇന്ത്യ ആയിരിക്കും, സപ്പോസ് അബ്രോഡ് ആണെങ്കിൽ പോലും നമുക്ക് റിസൾട്ട്സുകൾ ലിങ്ക്ഡ്ഇൻ ത്രൂ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിളായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റ് ഇന്ത്യയിലുള്ളൊരു പോസ്റ്റ് കൊടുത്ത സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും 433 റിസൾട്ട്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റിസൾട്ട്സുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഏത് കമ്പനിയാണോ നമ്മൾ ഹയർ ചെയ്യുന്നത് ആ കമ്പനി ഡീറ്റെയിലിംഗ് ഇവിടെ ഉണ്ടായിരിക്കും. വിച്ച് മീൻസ് അവരുടെ ഒരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ നമുക്ക് ഇവിടെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഏത് സൈറ്റാണോ അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ ആ കമ്പനി ഡീറ്റെയിൽസുകൾ അറിഞ്ഞിട്ട് മാത്രം ജോബിന് അപ്ലൈ ചെയ്യുക. ആൻഡ് ജോബ് റോളുകൾ എന്താണ് അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് റീഡ് ചെയ്തിരിക്കുക. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്ന ജോബ് റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ ജോബ് റോൾസുകളൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ ഇൻബിൽട്ട് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മളുടെ പ്രൊഫൈലിൻ്റെ വിസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊരു കമ്പനിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും മോസ്റ്റ് കോമൺലി ആ കമ്പനി ആവശ്യപ്പെടുന്ന ജോബിൻ്റെ ക്രൈറ്റീരിയാസ് നമ്മളുടെ CV യിലും കൂടെ ഇൻബിൽട്ട് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.